ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പാചകമായിട്ടാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിഷാണ് kabuli പുലാവ് എന്നാണ് ഇതിൻ്റെ ഒരു പേര് പറയുന്നത്. ഇതിന് പല പേരിലും അറിയപ്പെടുന്നൊരു സംഭവമാണ് കേട്ടോ. ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിലുള്ളതാണ്. സോ എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം ഞാൻ ബസ്മതി റൈസ് ഒരു 30 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് കാണിക്കുന്നത്. എന്നിട്ട് ഒരു പാനിലേക്ക് വെള്ളം, അതേപോലെ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ചൂടായിട്ട് ഈ കുതിർത്ത് വെച്ച അരി ഞാൻ അതിലേക്ക് ഇടുകയാണ്. ഇനി അത് വേവുന്നത് വരെ അത് തിളക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് മസാലയ്ക്കുള്ള സാധനങ്ങൾ കൂടി ഉണ്ടാക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് 2 ഓണിയൻ, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. അത് നിങ്ങളെ എരിവിനനുസരിച്ചാണ്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 5 5 ചെറിയൊരു എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല സ്പൈസി ആണെങ്കിൽ കൂടുതലെടുക്കാം. സോ അപ്പോഴേക്കും എൻ്റെ അരി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ചിട്ട് ഞാനതിൻ്റെ വേവൊക്കെ നോക്കിയിട്ട് അത് ഊറ്റാം. ഓക്കെ, അത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം കട്ട് ചെയ്ത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ഒരു ചെറിയ കളറ് മാറുന്നത് വരെ നമ്മൾ ഇത് ഹീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അരി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് അരിഞ്ഞത് ഒക്കെ ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു കളറ് മാറുന്നത് വരെ അത് വഴറ്റി കൊടുക്കണം. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഉപ്പാണ് കേട്ടോ. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു 9 to 10 കാഷ്യൂനട്ട്, നന്നായിട്ട് അത് വഴറ്റി കൊടുക്കുക. ഒരു ചെറിയ കളർ മാറുന്നവരെ വഴറ്റിയിട്ട് ഞാനൊരു മിക്സി ജാറിലെടുത്തിട്ട് അത് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് തൈരും അതേപോലെ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചിക്കനൊക്കെ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു 30 മിനിറ്റ് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമ്മൾ ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്തിട്ട് ദാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂണൊക്കെ ദാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ദാൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ റൈസ് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണിത്. ഇനി ഞാൻ അമൂൽ ബട്ടർ എടുക്കുകയാണ്. നിങ്ങൾക്ക് സോൾട്ടഡ് ബട്ടറോ ഏത് ബട്ടർ ആണെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അൺസോൾട്ടഡ് ബട്ടറാണ്. എന്നിട്ട് അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അത് വേവിക്കുക. ചിക്കൻ വേവുന്ന വരെ വേവിച്ച് കൊടുക്കുക. എന്നിട്ട് അവസാനം കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫാക്കി വെക്കുക. ചിക്കൻ വെന്തിട്ടുണ്ടോ, ഉപ്പ് കറക്റ്റാണോ എന്നൊക്കെ നോക്കണം കേട്ടോ ഈ സമയത്ത്. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ച അരിയിലേക്ക് ഈ മസാല, ചിക്കൻ വേവിച്ച് വെച്ച ഈ മസാലയും കൂടി കൂടിയിട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മേലെ ആഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. മേലെ ഒരു ലെയറായിട്ട് വെക്കുക കേട്ടോ.
എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ബട്ടർ കൂടി നമുക്ക് ബാക്കിയുള്ള നേരത്തെ യൂസ് ചെയ്ത ബട്ടറിൽ കുറച്ച് ബാക്കിയുള്ളത് അതിൻ്റെ മേലേക്ക് ആക്കി കൊടുത്തിട്ട് ഓവനിൽ ഹീറ്റ് ചെയ്യാം. ഒരു 20 to 30 മിനിറ്റ് ഓവനിൽ വെക്കാം. ഇടയ്ക്ക് നിങ്ങൾ നോക്കണം അത് ഓവർ ഹീറ്റ് ആയിട്ടില്ല എന്നൊക്കെ നോക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഓവനിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് ഇത് ഇരിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഗൈസ്.